ഒക്കെ അമ്മയുടെ ചുറ്റിപ്പറ്റി നിൽക്കണ അമ്മച്ചി പൊന്നാണ്, അമ്മച്ചി പൊന്നാണ്, അമ്മച്ചി പൊന്നി വഴക്കിട്ടോ ചേച്ചിയായിട്ട്. നല്ല കുട്ടിയായിട്ട് ഇരുന്നോ, ഗുഡ് ബോയ് ആയിട്ട് ഇരുന്നോ അമ്മി പോയപ്പോൾ ഇത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണി. അപ്പോൾ മോൻ്റെ വീഡിയോയുടെ കൂടെ ഇന്ന് ഞാൻ പുറത്ത് പോയ ചില പുറം കാഴ്ചകൾ, കൽക്കട്ട നഗരത്തിൻ്റെ ചില ഭാഗങ്ങൾ, കുറച്ച് ഭാഗം കേട്ടോ, ഒത്തിരി ഭാഗങ്ങളുണ്ട്, പക്ഷേ കുറച്ച് ഭാഗം കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. അല്ല പൊന്നോ, എൻ്റെ മമ്മി സപ്പോർട്ട് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, അല്ല ഇനി ഓമന് പൊന്നിന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ മോനിപ്പോൾ സുന്ദര മോനായില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ കോട്ടക്കലിലേക്ക് ഇന്ന് പോകുന്ന കേട്ടോ. മലയാളിക്കടയിൽ കയറണം. അപ്പം ഇന്ന് മോനില്ല, നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൂടെ വന്നിട്ട് ഇവിടെ ഉണ്ട്, പിന്നെ നമ്മുടെ ഡ്രൈവറും ഉണ്ട്. മോനില്ല കേട്ടോ. മോനിന്ന് വേറൊരു പ്രോഗ്രാമുള്ളതുകൊണ്ട് അവൻ വന്നില്ല. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഇവിടെ ഇരിക്കുന്നു. അപ്പം ഇനി കോട്ടക്കൽ പോയി അവിടെ 5 മണി വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ 3 മണിക്ക് ഇറങ്ങി ഞങ്ങൾ. കോട്ടക്കൽ പോയി ഡോക്ടർ 19-ാം തീയതി ഡോക്ടർ വീട്ടിലേക്ക് പോകും കേട്ടോ. പിന്നെ 1 മാസം അവധിയായിരിക്കും. അപ്പോൾ അത് കാരണം ഡോക്ടർ ഉണ്ടാവില്ല. നമ്മൾ ഡെയിലി കാണിക്കുന്ന ഡോക്ടർ ഉണ്ടാവില്ല. എപ്പോഴും കാണിക്കുന്ന ഡോക്ടർ ഉണ്ടെങ്കിലല്ലേ കാര്യങ്ങൾ പറഞ്ഞ് മരുന്ന് മേടിക്കാൻ പറ്റും. അത് കാരണം അവിടെ ചെന്നിട്ട് കാണാം. പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങൾ പകുതി വഴിയിലേ ആയിട്ടുള്ള കേട്ടോ. ഇനിയുണ്ട് സിഗ്നലിൽ നിർത്തിയിരിക്കണം. ആക്ച്വലി അവിടെ ഉച്ചയ്ക്ക് 1 മണി വരെ ഉള്ളു കേട്ടോ. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം 3:30-4 മണിക്ക് തുടങ്ങും. പിന്നെ ഒരു 5:30 മണി വരെ ഉള്ളു അവിടെ ഡോക്ടർ. അതുകൊണ്ടാണ് രാവിലെ പോകാൻ സമയം കിട്ടിയില്ല. ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് ഇനിയുണ്ട് ഫ്രണ്ട്സ് 40 മിനിറ്റോളം കേട്ടോ. ഗോരിയാഹട്ട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് വന്നു കേട്ടോ. ഇനി ഇവിടെ നിന്നും 4:20 ആയിട്ടുണ്ട്. 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിട്ടോ ഫ്രണ്ട്സ്. സ്ഥലത്തെത്തി. ഇവിടെ നിന്നും ഉണ്ട് കുറച്ചും കൂടെ. ഞാൻ കോട്ടക്കൽ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗോരിയാഹട്ട് മാർക്കറ്റായി. മാർക്കറ്റ് അതിൻ്റെ അകത്താണ് കേട്ടോ. ഇത് റോഡാണ്. ഇതിൻ്റെ അകത്താണ് മാർക്കറ്റുകളും കാഴ്ചകളൊക്കെ. അങ്ങനെ 11 മണിയായപ്പോഴും ഇരുട്ടാൻ തുടങ്ങി. ഇതിൻ്റെ അകത്താണ് മാർക്കറ്റൊക്കെ. അല്ലെങ്കിൽ ഞങ്ങൾ ദേശപ്രിയുടെ വഴി അങ്ങോട്ട് തിരിഞ്ഞു കേട്ടോ. 4:30 മണി, 1.5 മണിക്കൂർ. കോട്ടക്കലി വരണമെങ്കിൽ 1.5 മണിക്കൂർ. മലയാളിക്കടയിൽ വരുന്നത് അതിൻ്റെ അപ്പുറമാണ് മലയാളിക്കട. അവിടെ 1.5 മണിക്കൂർ ഇരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. ഇപ്പം തന്നെ എത്തി. ഞങ്ങൾ കോട്ടക്കലെത്തി കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോട്ടക്കലെത്തി. ഇതാണ് ആര്യവൈ തുഷാട കേട്ടോ നമ്മുടെ കോട്ടക്കൽ. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് അലൗഡല്ല, പിന്നെ എടുക്കാം. ഇന്ന് മോൻ വന്നില്ല കേട്ടോ. ഡ്രൈവറിനെ കൊണ്ടുവന്നു. അപ്പോൾ ഇതാണത് കണ്ടോ, ഇതിൻ്റെ മുകളിലാണേ. ഇത്രയും സാധനം 1 മാസം കഴിക്കാനും തേക്കാനും ഒക്കെ തന്നു. കുറഞ്ഞോളൂ, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് മരുന്നും മേടിച്ച് പോകാൻ പോകുന്നു. അപ്പോൾ ഇതാണ് കോട്ടക്കൽ കേട്ടോ. ഞാൻ വന്നത് ഇറങ്ങാൻ പോകുന്നു. കോട്ടക്കൽ ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിലാണ് കേട്ടോ. അതും കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ മലയാളിക്കടയിലേക്ക് പോകാൻ വേണം. അപ്പോൾ ഈ തിരക്കാണ് കേട്ടോ. തിരക്കാണ്. നമ്മുടെ വണ്ടിക്കാരനെ നോക്കി നടക്കുന്ന ഡ്രൈവറിന്. കുത്തായി कहाँ है आपको देखे दादा चले गया दे तो
അങ്ങനെ ഡ്രൈവറിനെ നോക്കി നോക്കി നടന്ന് കിട്ടിയിട്ട് അപ്പോൾ അതേ വണ്ടി കയറാൻ പോകുന്നു. നമ്മുടെ വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ മലയാളിക്കട നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ, അവിടെ വന്നു കേട്ടോ. നമ്മുടെ കൂർക്കയുണ്ട്, കപ്പയുണ്ട്, കായുണ്ട്, ഉള്ളിയുണ്ട്. അപ്പം അതൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സ്, ഇതൊക്കെ ഇപ്പോൾ മേടിച്ചു. കൂർക്ക മേടിച്ചു, ഇതൊക്കെ മേടിച്ചു കേട്ടോ. അപ്പം ഇത് കട അറിയാലോ. ഞങ്ങളിവിടുന്ന് ഇറങ്ങാൻ പോകുന്നു. ഭയങ്കര ജാമ് ഫ്രണ്ട്സ്. മണി 6:30. ഇനി നമ്മൾ വീട്ടിലെത്തുമ്പോൾ മണി 7:30 കേട്ടോ. ഭയങ്കര ജാമ്, ഭയങ്കര ജാമ്. രാത്രിയായിട്ടും ജാമാണ് കേട്ടോ. സൂം ചെയ്ത് കാണിച്ചു തരാമേ. ഇങ്ങനെ പോകുന്നു. യാത്രകൾ ഞങ്ങൾക്ക് അടുത്ത ജാമ്. ഭയങ്കര ജാമ് ഫ്രണ്ട്സ്. മണി 6:30. ഇനി നമ്മൾ വീട്ടിലെത്തുമ്പോൾ മണി 7:30 കേട്ടോ. ഭയങ്കര ജാമ്, ഭയങ്കര ജാമ്. രാത്രിയായിട്ടും ജാമാണ് കേട്ടോ. സൂം ചെയ്ത് കാണിച്ചു തരാമേ. ഇങ്ങനെ പോകുന്നു. യാത്രകൾ ഞങ്ങൾക്ക് അടുത്ത ജാമ്. നമ്മൾ കുറച്ച് യാത്ര കാര്യങ്ങളും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കൽക്കട്ടയിലെ റോഡുകളും കൽക്കട്ടയൊക്കെ കണ്ടല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ കോട്ടക്കലൊക്കെ വരുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ റോഡുകളും കാര്യങ്ങളൊക്കെ. റോഡ് കാണുന്നുണ്ട് എല്ലാവരും. കൽക്കട്ടയിലെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. നമുക്ക് മലയാളി കലണ്ടർ കിട്ടി കേട്ടോ. കലണ്ടർ കിട്ടി. കൂർക്ക കിട്ടി, കപ്പ കിട്ടി, കായ കിട്ടി. നമ്മുടെ നാട്ടിലത്തെ കായ നല്ലത് കേട്ടോ. ഉള്ളി കിട്ടി. ഇനി അടുത്ത മാസത്തിൽ വരുള്ളൂ. അപ്പോൾ വേണം മേടിക്കാനായിട്ട്. അതുകൊണ്ട് നല്ല ഭംഗിയുള്ള നടപ്പാതകളും രാവും പകലും ഒക്കെ തിരക്ക് തന്നെയാണ് റോഡുകളിൽ. നമ്മുടെ ഭാഗത്തും ഭയങ്കര തിരക്കായിട്ട്. അപ്പോൾ നമ്മുടെ റോഡിലും ഒരു വണ്ടി, ഞങ്ങൾ താമസിക്കുന്ന ഇതും ഒരു വണ്ടി ഒതുക്കി വെക്കാൻ പറ്റാത്ത ഒരു ഇതായിപ്പോയി. സ്ഥലമില്ല. ഫ്ലാറ്റുകളും ഒക്കെയാണ് കേട്ടോ. ഇവിടുത്തെ ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് ITC റോയൽ ബംഗാളാണ് കേട്ടോ. ഇത് ITC റോയൽ ബംഗാളാണ്. ആ കാണുന്ന വലിയ ബിൽഡിങ് കണ്ടോ. ഇത് കണ്ടോ, അവിടെ ഇതാണ് ITC റോയൽ ബംഗാൾ. കാണുന്ന ബിൽഡിങ്ങാണ് കേട്ടോ ITC റോയൽ ബംഗാൾ. ഇതും ITC സണ്ണാൻ ഹോട്ടൽ. ഇവിടെയാണ് എൻ്റെ മോള് ഈവൻറ്റിനൊക്കെ വരുന്നത് കേട്ടോ. ഈ ഹോട്ടലിലൊക്കെയാണ് ITC. റോയൽ ബംഗാൾ ഹോട്ടൽ കേട്ടോ.
ഇവിടെയൊക്കെയാണ് നമ്മുടെ മോള് ഇടയ്ക്കിടയ്ക്ക് ഇവൻറ്റും മീറ്റിങ്ങും കാര്യങ്ങളുമായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇതും ഒരു ഹോട്ടലാണ്. അപ്പോൾ പോകുന്ന സമയത്ത് രാത്രിയിൽ ആ ഒരു കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എന്നും. അപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ. നമ്മൾ പുറത്തിറങ്ങി കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ കൽക്കട്ട നഗരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഫ്രണ്ട്സ്, രാത്രിയിലുള്ള കാഴ്ചകളൊക്കെ. ഇനി അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ ഇതിനേക്കാൾ നല്ലതായിട്ടൊക്കെ കാണാൻ കേട്ടോ. നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഞാൻ രണ്ട് സൈഡിലുള്ളതും കാണിക്കുന്നത്, ഒരു സൈഡ് മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും ഞാനിങ്ങനെ ബ്ലാ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഫ്രണ്ട്സ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനും വീഡിയോസൊക്കെ കിട്ടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണും. ഞങ്ങൾ എത്തി ഒരു ഭംഗി കാണിക്കാനല്ലേ. എത്രയോ ആൾക്കാർ കൽക്കട്ട നഗരം കാണാത്തവരുണ്ട്. ഇത് കുറച്ച് ഭാഗം മാത്രം കേട്ടോ, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇനി അവിടെയൊക്കെ എടുക്കാം നമുക്ക്. സ്ലോലി എല്ലാം എടുക്കാം കേട്ടോ. ഇത് റോയൽ ടെറസ്. ഇതും ഒരു നമ്മൾ വന്ന് സോൾട്ട് ലേക്ക് എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ. സോൾട്ട് ലേക്ക് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇനിയും പോകണം നമുക്ക്. ഞാനൊന്ന് വീഡിയോ എടുക്കുമ്പോൾ ഇത് അനങ്ങുന്നുണ്ടല്ലേ ഫ്രണ്ട്സ്. ഞാൻ സ്റ്റാൻഡ് മാറ്റിയിട്ട് കയ്യിലാണ് പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ ആകുമ്പോഴാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തെന്നി മാറുമ്പോഴാണ് ഇങ്ങനെ ഇതൊന്ന് അനങ്ങുന്നത് കേട്ടോ. സ്ട്രെയിറ്റായിട്ട് നിൽക്കുന്നില്ല എന്ന് തോന്നുന്നു വീഡിയോ. ഞാൻ വീട്ടിൽ ഫോൺ ചെയ്തപ്പോൾ നമ്മുടെ മോനെ, ഞാനും ഹസ്ബൻഡും കൂടെ അല്ലേ ഇറങ്ങി, രണ്ടുപേരും ഇല്ലല്ലോ. മോൻ കാത്തു കുത്തി ആ സിറ്റൗട്ടിൽ ഇരിപ്പുണ്ടെന്ന് മോള് പറഞ്ഞു കേട്ടോ. ചേട്ടനും ചേച്ചി കൊണ്ട് കളിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. എന്നാലും അവന് ഞാനും ഇല്ല ഡാഡിയും ഇല്ല. ചെല്ലുമ്പോൾ ഉള്ള ആ ഒരു ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാന്ന്. ഭയങ്കര തിരക്കാണ്. പുറത്തെ റോഡിലും തിരക്ക്, പുറത്തെ റോഡിലും തിരക്ക്. ഇത് കേട്ടോ ഭയങ്കര തിരക്കാണ്. വണ്ടി ഏത് വഴി ഇടയിൽ കൂടെ പോയിട്ട് കാര്യമൊന്നുമില്ല. ഫ്രണ്ടും ബാക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള തിരക്കിലാണ്. കൊൽക്കട്ടയുടെ ബസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഊബർ ഷട്ടിൽ ബസ്സൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത ഫ്രണ്ട്സുകളെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയം കേട്ടോ. അതിൻ്റെ അകത്താണ് വരുന്നുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അപ്പുറത്തെ സൈഡിലേക്ക് സോൾട്ട് ലേക്ക് സ്റ്റേഡിയം ഇതാണ്. എല്ലാ കായിക മത്സരങ്ങളും നടക്കുന്നത്, അതായത് ഫുട്ബോളൊക്കെ ഇവിടെയാണ് കേട്ടോ. സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ്, ഇതിൻ്റെ അകത്താണ്. അപ്പോൾ നഗരത്തിൽ കൂടെ നമ്മളിങ്ങനെ 10-35 കൊല്ലം കേട്ടോ ജീവിക്കുന്നതും നടക്കുന്നതും കാണുന്നതും. ഇതേ കണ്ടോ, ആ ലൈറ്റ് കാണുന്ന സ്ഥലമാണ് സോൾട്ട് ലേക്ക് സ്റ്റേഡിയം. ഞാൻ സൂവി കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. നമ്മുടെ ഫുട്ബോളൊക്കെ ഇവിടെ ഇപ്പോൾ ഇത്തിരി ഇരുട്ടായിപ്പോയി. ഞാനിപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ലൈറ്റ് കാണുന്ന സ്ഥലമാണ് കേട്ടോ, കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഫ്രണ്ട്സ്, കണ്ടില്ലേ? കണ്ടില്ലേ? ഞാൻ സൂം ചെയ്ത് കാണിച്ചത് ആ ലൈറ്റൊക്കെ ഉള്ളത് കണ്ടോ. ഇതാണ് സോൾട്ട് ലേക്ക് സ്റ്റേഡിയം. അത് കണ്ടില്ലേ? ആ ലൈറ്റൊക്കെ കാണുന്നില്ലേ? അതാണ് സ്റ്റേഡിയത്തിൻ്റെ അകം കേട്ടോ. ഇത് കണ്ടില്ലേ?
നമ്മുടെ മറഡോണയൊക്കെ വരുന്നത് ഇവിടെയായിരുന്നു കേട്ടോ. ഇതാണ് ഇവിടെ ഫുട്ബോൾ ഒക്കെ ഉള്ളത്. ക്രിക്കറ്റ് അല്ല, ക്രിക്കറ്റ് വേറെ സ്റ്റേഡിയത്തിലാണ്. ഇതാണ്, അത് ഈഡൻ ഗാർഡൻ ആണ് കേട്ടോ. ഇത് സോൾട്ട് ലേക്ക് സ്റ്റേഡിയമാണ് കേട്ടോ. ഇത് ഫുട്ബോളിൻ്റെയും മറ്റുള്ള കായിക മത്സരങ്ങളുടെയൊക്കെ ഇതാണ്. ആ ലൈറ്റ് കാണുന്നത് ഇതേ കണ്ടില്ലേ, ക്രിക്കറ്റിൻ്റെ സ്റ്റേഡിയം വേറെയാണ്. അത് ഇനി ഒരു ദിവസം കാണിച്ചു തരാം. ആ വഴിക്ക് പോകുമ്പോൾ ആ ലൈറ്റ് കാണുന്നത് ഞാൻ സൂമിൽ വെച്ച് തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ മറഡോണയും ഒക്കെ വരുന്ന സ്റ്റേഡിയം. കണ്ടോ, നമ്മുടെ അപ്പോളോ ഹോസ്പിറ്റലാണ് കേട്ടോ. അതിൻ്റെ ഗേറ്റ് അപ്പുറത്താണ് ഈ ഹോസ്പിറ്റൽ. നമ്മുടെ കൽക്കട്ടയിലെ അപ്പോളോ ഹോസ്പിറ്റലാണ്. മണി സ്ക്വയർ ഷോപ്പേഴ്സ് സ്റ്റോഴ്സ്, മണി സ്ക്വയർ കേട്ടോ. മെട്രോ സ്റ്റേഷൻ എത്തി. ബസ് വന്നപ്പോൾ അത് കാണാൻ പറ്റിയില്ല. ഇതൊരു 26 നില ഫ്ലാറ്റായിട്ടോ. കണ്ടോ, അതിൻ്റെ മുകളിലേക്ക് നോക്കിയിരുന്നാലും ഉണ്ട്, ഇവിടെയും ഉണ്ട്. ദൂരെ കാണാൻ പറ്റുന്നില്ല. ക്ലോക്ക് ടവറാണ് കേട്ടോ ഫ്രണ്ട്സ്. മുകളിൽ ക്ലോക്ക് നമുക്ക് കാണാൻ പറ്റില്ല. 4 വശത്തുള്ള കാര്യങ്ങളൊക്കെ കാണാനും എടുക്കാനും ഇതൊരു വലിയ ക്ലോക്ക് ടവറാണ്. പിന്നെ അവരിപ്പോൾ പെയിൻ്റ് അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. മുകളിലാണ് ക്ലോക്ക്, അത് നമുക്ക് കാണാനൊന്നും പറ്റില്ല. ഇത് ക്ലോക്ക് ടവറാണ്. ഭയങ്കരമായിട്ട് മുകളിലുണ്ട്. ഇത് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ക്രിസ്മസ് ഒക്കെ വന്നാണ്. ക്രിസ്മസ് ട്രീയും റോഡിലൊക്കെ ലൈറ്റും ക്രിസ്മസ് സാന്റാക്ലോസും നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീട് എത്താറായി കേട്ടോ. ഒരു 2-3 മിനിറ്റും കൂടെ ഉണ്ട്. ഫ്രണ്ട്സ് ഇവിടെ നിന്ന് ഒരു 3 മിനിറ്റേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഹസ്ബൻഡ് ATMയിലേക്ക് പോയി. നമ്മുടെ അവിടുത്തെ ATMയിലൊന്നും വർക്കാവുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് 3 മിനിറ്റ്. തലവേദന എടുത്തിട്ട് വയ്യ. വീട്ടിൽ ചെന്നിട്ട് വേണം നല്ലൊരു സ്ട്രോങ് ടീ കുടിക്കാൻ. മോളെ വിളിച്ചപ്പോൾ മോള് പോലും ചായ ഇട്ട് കുടിച്ചില്ല. മമ്മി വന്നിട്ട് കുടിക്കാമെന്ന് പറഞ്ഞിരിക്കുക. 7:30 മണിയായി കേട്ടോ. ചെന്നിട്ട് നമ്മുടെ മോൻ എന്താണ് കയറി ചാടിയൊക്കെ ഓടി ഒരു വരവായിരിക്കും കേട്ടോ. നോക്കണേ, കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വച്ചിട്ട് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇതാണ് നമ്മുടെ ഗാരേജ്. അപ്പോൾ വരും. നമ്മുടെ മോൻ പുറത്ത് വന്ന് ഇപ്പോണ്ട്. അവൻ വന്നു കേട്ടോ. അവൻ്റെ കൂടെ പോകാൻ നിന്നതാണ്, പക്ഷെ നടന്നില്ല. അപ്പോൾ അവന് സാധനങ്ങൾ എടുക്കണം. അതുകൊണ്ട് അവനെ ഞാൻ പുറത്തേക്ക് വിളിച്ചു. അന്ന് നിപ്പോണ്ട് മോൻ അവിടെ ഇപ്പോണ്ട്. കാണിച്ചു തരാം കേട്ടോ. മോൻ വന്നു കേട്ടോ. നമ്മുടെ ചെറിയ മകനെ ഇപ്പം കണ്ടോളൂ. വണ്ടി ഗ്യാരേജിൽ ഒതുക്കി എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അയാളുടെ സൈക്കിൾ അകത്തുണ്ട്. ഡ്രൈവറിൻ്റെ സൈക്കിൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പം അയാളെ എടുക്കാം. വരൂ വാച്ചി, ഇവിടെ വാ, ഇവിടെ വാ. അയ്യോ, പനിയെ പൊക്കി വെച്ച് തരാൻ പറയും അമ്മ. ആ വാ വാ, ഡേ അമ്മയ്ക്ക് മെഡിസിൻ മേടിക്കാൻ പോയതല്ലേ. വന്നോ, എൻ്റെ മോന് എന്തെടുക്കണായിരുന്നു ഇത്രയേരം? ആ എന്തെടുക്കണായിരുന്നു പറ. വേദന എടുക്കണം. ചായടാ ചായടാ. പൊന്നുവേ, എന്തെടുക്കായിരുന്നു എൻ്റെ മോൻ? ഇത്രയും നേരം എന്തെടുക്കണായിരുന്നു? എന്തെടുക്കണായിരുന്നു? ചേച്ചിയെ ശല്യപ്പെടുത്തിയാ പൊന്നെ? അച്ഛ 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 3 കിലോ ഇല്ല, അവിടെ ചെറുതായിരുന്നു. അതുകൊണ്ട് ഡാഡി പറഞ്ഞ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ പണിയായിരിക്കും മമ്മിക്ക്. ചെറുത് അടുത്ത മാസം പോകുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ വലുത് വരും. ചെറുത് വന്നുകൊണ്ട് വന്നാൽ ഒരുപാട് നേരം പിടിക്കും. ചേച്ചി ആ പൊന്ന്, ചേച്ചി ശല്യപ്പെടുത്തിയാ. വാ ചായ ഇടട്ടപ്പമ്മ. അമ്മയുടെ പൊന്നേടി, അമ്മ മെഡിസിൻ മേടിക്കാനുണ്ടേ. ദേ പൊന്നിനി കഴിക്കാനൊക്കെ മേടിക്കാൻ പോയതല്ലേ. ഒരു മത നീ അവിടെ ഉണ്ടല്ലോ മോനെ. ചായ ഇടട്ടെ ചേച്ചി, ചായ കുടിക്കാതിരിക്കട്ടെ. ഡാഡി അമ്മയുടെ
കണ്ടല്ലോ, ഇത് എന്താ ചെയ്യണ എൻ്റെ മോൻ? ഏടി ഏടി തലചരിക്കുള്ള നടപ്പ് കാണണം. ഓ എടുക്കണം മമ്മക്ക് ചായ ഇടട്ടെ. ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, തരാലോ. ചായ ഇട്ടിട്ട് മമ്മ. തലവേദന എടുക്കണേ പൊന്നേ പൊന്നേ. മമ്മി കാണാതെ ഇരുന്ന് 2-3 മണിക്കൂർ. മമ്മി ഇല്ലേ? നിങ്ങളെവിടെ കിടന്ന്? അടുക്കളയിൽ കിടന്നോ? ഇല്ലല്ലോ. നമ്മുടെ പൊന്നെ എടിയടി. മമ്മി വന്നപ്പോൾ തുടങ്ങി. അയ്യോ ഇടിൻ്റെ നമ്മുടെ പൊന്നാണേ. ചായ ഇടുന്നു മമ്മ. തലവേദന എടുക്കണ്. ചുറ്റിപ്പറ്റി അടുക്കളയിൽ നിൽക്കണേ. ചുറ്റിപ്പറ്റിയൊക്കെ അടുക്കളയിൽ നിൽക്കണേ. ചുറ്റിപ്പറ്റി അടുക്കളയിൽ നിൽക്കണേ. ചുറ്റിപ്പറ്റിയൊക്കെ മമ്മയുടെ ചുറ്റിപ്പറ്റി നിൽക്കണേ. അമ്മച്ചി പൊന്നി വഴക്കിട്ടോ ചേച്ചിയായിട്ട്? നല്ല കുട്ടിയായിട്ട് ഇരുന്നോ? ഗുഡ് ബോയ് ആയിട്ട് ഇരുന്നോ? അമ്മി പോയപ്പോൾ പറഞ്ഞിട്ട് പോയതല്ലേ ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കാൻ. നമ്മുടെ പൊന്നി ഗുഡ് ബോയ്. പൊന്നിന് മമ്മി നോക്കണോ? ഓടി നടന്നൊക്കെ നോക്കണമെങ്കിൽ മമ്മിക്ക് മരുന്ന് കഴിക്കണ്ടേ? ഒരു പനി വന്നവിടെ മമ്മിയുടെ അധോഗതിയായടാ. വണ്ണുണ്ടായ മമ്മി, ഒരു സുന്ദരിയായ മമ്മി പനി വന്നോടാ 12 കിലോയും കുറഞ്ഞ് ക്ഷീണിച്ച് കാലുവേനിയും വന്നു. ഇപ്പോൾ കാലുവേനിയൊക്കെ കുറവുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇതും കൂടെ കഴിച്ച് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ ആവുമെന്ന്. വന്ന് കിടക്കുന്ന കേട്ടോ, പാവം. ഉണ്ണിയപ്പോ വേണോ? ശരിയല്ലേ, മോക്ക് കൊടുക്കട്ടെ. അപ്പോൾ മലയാളി കലണ്ടർ കിട്ടി കേട്ടോ ഈ വർഷത്തെ. മാതൃഭൂമിയാണ്. മലയാള മനോരമ ഉണ്ടോയെന്ന് ഞാൻ ചേട്ടനോട് ചോദിച്ചില്ല കേട്ടോ. മാതൃഭൂമിയാണ് കിട്ടിയത്, പുതിയത്. കലണ്ടർ കൊണ്ടുവന്ന് തൂക്കി പുതിയ കലണ്ടർ കിട്ടി. ചേട്ടൻ്റെ കടയിൽ ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ മോക്ക്. നാട്ടിൽ പോകുമ്പോഴും ഞാൻ ഉണ്ണിയപ്പം കൊണ്ടുപോകണം. എനിക്ക് അത്ര അധികം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അത്ര അധികം അറിഞ്ഞുകൂടാ കേട്ടോ. അതാണ് സത്യം. എങ്ങനെ ഉണ്ടാക്കിയെന്നാലും ശരിയാവുന്നില്ല. ആ ഉണ്ണിയപ്പം മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ കുറച്ച് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കപ്പ. അപ്പോൾ ഫ്രണ്ട്സ് ഉള്ളിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഒരു തട്ടുന്നു കേട്ടോ. കായ കിട്ടി. അപ്പോൾ ചേട്ടൻ്റെ കടയിൽ എല്ലാം ഉണ്ട് കേട്ടോ, ഇല്ലാതെയൊന്നുമില്ല. ഞാൻ ഇന്നും കുറച്ച് ആ കട ഞാനിപ്പോൾ എല്ലാ വീഡിയോയിലും കാണിച്ച് എല്ലാ മാസവും പോയി കണ്ടുകൊണ്ട് എല്ലാവർക്കും പരിചയമാണ് കേട്ടോ. മലയാളികളുണ്ടെങ്കിൽ ആ കടയിലേക്ക് പോവുക. ചേട്ടൻ്റെ കടയിലേക്ക് എല്ലാ സാധനവും കിട്ടും. അയ്യപ്പ സീസണിൽ ആ സാധനം കിട്ടും. എല്ലാ സാധനവും നല്ല ഫ്രഷ് സാധനം കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ അത് വേറെ, അവർ കൊണ്ടുവരുമ്പോൾ വില ഇച്ചിരി കൂടുതൽ കൊടുക്കണമല്ലോ. എന്നാലും എല്ലാ സാധനവും കിട്ടും. പിന്നെ അതേ കായ ഇരിപ്പുണ്ട്. കായ അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. കപ്പയുണ്ട്, എല്ലാം എടുത്ത് വച്ചു പൊന്നു. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മോൻ നോക്കുന്നത് എന്തൊക്കെയാണ് മേടിച്ചുകൊണ്ട് വന്നെന്ന് എൻ്റെ മോൻ നോക്കണം കേട്ടോ. കൊച്ചിന് എന്തെങ്കിലും ഉണ്ടോ, ബിസ്ക്കറ്റാണോ എന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ വന്നു, അവന് ഫുഡൊക്കെ കൊടുത്തു. കിടക്കാൻ കിടക്കുന്നു കേട്ടോ, പാവം. ഒന്ന് തന്നെ കിടക്കണം. ക്യാരറ്റൊക്കെ എടുത്ത് കളിച്ച് കിടക്കുന്നു. ഞാനപ്പോൾ വന്നു മലയാളി കടയിൽ നിന്ന് ഡോക്ടറിനെയൊക്കെ കണ്ട് വന്നിട്ട് കണ്ടോ വന്ന് കിടക്കുന്നു. ഇനി കിടന്ന് ഉറങ്ങിക്കോളൂ. ഇനി ചേട്ടൻ വരുമ്പോൾ, ചേട്ടൻ കൂട്ടുകാരനെ കാണാൻ പോയി. അപ്പോൾ വന്നിട്ട് വരുമ്പോൾ ഒന്ന് എണീക്കും. തന്നെ വന്ന് കിടക്കുന്ന കേട്ടോ. ഇത്രയും നേരം ചേച്ചിയുടെ കൂടെ ഇരിപ്പും ചേട്ടൻ്റെ കൂടെ ഇരുന്ന കേട്ടോ. ഞാനും ഡാഡിയൊക്കെ പോയപ്പോൾ. നാളെ എനിക്ക് 11:30 വേറൊരു ഡോക്ടറിനെ കാണണം. ഇന്നത്തെ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്ന് കാണിക്കണം. അപ്പോൾ 2-3 ദിവസം ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അവന്. അന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോകലും വരലൊക്കെ. ഈ പനി വന്ന കാരണം എല്ലാ കൗണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ. ചിക്കൻ ഗുനിയ വന്നേ പിന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.